നമസ്കാരം. മറ്റൊരു ശിവ സന്ദേശത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ അധ്യായത്തിലൂടെ ചില കാര്യങ്ങൾ, പ്രധാനമായും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതായ ചില കാര്യങ്ങൾ പരാമർശിക്കാൻ പോവുകയാണ്. ഇത് ഭഗവാന്റെ ഇച്ഛപ്രകാരം നിങ്ങളിലേക്ക് കടന്നു വരുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കണം. ഭഗവാന്റെ വിശേഷപ്പെട്ടതായ നാമങ്ങൾ അത് കമന്റായി രേഖപ്പെടുത്തി ഏവരും വന്ദിക്കൂ. ഇതൊരു ജനറൽ റീഡിംഗ് തന്നെയാണ്. അതിനാൽ നിങ്ങളുടെ ജീവിതവും ജീവിത സാഹചര്യങ്ങളുമായും ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഇതിൽ നിന്നും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. മറ്റ് കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായും ഒഴിവാക്കുക. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് സങ്കടങ്ങൾ നൽകുന്നതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നത് വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും ആശ്വാസം ലഭിക്കുന്നില്ല എന്നത് കൃത്യതയോടെ പരാമർശിക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളിലും സത്യം മനസ്സിലാക്കപ്പെടേണ്ടതായ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിലുണ്ട്. പല കാര്യങ്ങളിലേക്കും നേരിട്ട് നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. പല കാര്യങ്ങളിലും തടസ്സമായി നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു തടസ്സം നിങ്ങളുടെ ജീവിതത്തിലുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത് നിങ്ങളെ വളരെയധികം ബാധിക്കുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ഉറക്കം പോലും നഷ്ടപ്പെടുന്ന സാഹചര്യത്തിലേക്ക് ആ കാര്യങ്ങൾ നീങ്ങുന്നു എന്നതും വാസ്തവം തന്നെയാണ്. എത്ര തന്നെ പിടിച്ചു കെട്ടുവാൻ ശ്രമിച്ചിട്ടും ചിന്തകൾ അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലായും നിങ്ങളുടെ മനസ്സ് കൈവിട്ടു പോകുന്ന ചിന്തകൾ അത്തരത്തിൽ കൈവിട്ടു പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും, പല തെറ്റായ ചിന്തകളോ കഴിഞ്ഞുപോയ ചില കാര്യങ്ങളോ നിങ്ങളുടെ ജീവിതത്തിൽ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയോ അല്ലെങ്കിൽ ആഞ്ഞടിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഒരു കൊടുങ്കാറ്റ് പോലെ ആഞ്ഞടിക്കുന്നതായ സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഉത്കണ്ഠ നിങ്ങളിലുണ്ട്. എന്നാൽ പല കാര്യങ്ങളും അത് നിങ്ങൾ പുറത്ത് പറയുന്നില്ല എന്നതാണ് വാസ്തവം. പല കാര്യങ്ങളും മനസ്സിൽ തന്നെ സൂക്ഷിക്കുന്നവരാണ് എന്ന് പറയാം. പല കാര്യങ്ങളിലും പണം നിങ്ങൾക്ക് അനിവാര്യമായ സമയമാണ്. പണം ഇല്ലാതെ മുന്നോട്ട് പോവുക അസാധ്യം തന്നെയാണ്. മുൻപിലുള്ള പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും പണം എപ്രകാരം സ്വരൂപിക്കും, പണം എപ്രകാരം കൈകളിലേക്ക് വന്നു ചേരും എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾക്കൊരു ഉത്തരം ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ പകച്ചു നിൽക്കുന്നതായ സാഹചര്യമുണ്ട്. പലരുടെയും ജീവിതം നിങ്ങൾ നേരിട്ട് മനസ്സിലാക്കിയിരിക്കുന്ന വ്യക്തികളാണ്. അതിൽ ചിലർക്കെങ്കിലും നിങ്ങളെ സഹായിക്കുവാൻ സാധിക്കുന്നു എന്നത് വാസ്തവമാണ്. എന്നാൽ പലരും നിങ്ങളെ കൈയൊഴിയുന്നതായ സാഹചര്യമുണ്ട്. പലരും നിങ്ങളെ കണ്ടില്ല എന്ന് നടിക്കുന്നതായ സാഹചര്യമുണ്ട്. പലപ്പോഴും പല കാര്യങ്ങളും സഹായമായി അഭ്യർത്ഥിക്കണം എന്ന് വിചാരിച്ചാലും ചില വ്യക്തികളോട് അതേക്കുറിച്ച് ചോദിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കാത്തതായ അവസ്ഥയുണ്ട്. അത് നിങ്ങളുടെ മനസ്സിൽ തന്നെ വയ്ക്കുന്നതായ സാഹചര്യമുണ്ട്. അഭിമാനത്തിന് ക്ഷയം സംഭവിക്കുമോ എന്നൊരു ഭയം നിങ്ങളിൽ ഉടലെടുത്തിരിക്കുന്നു എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വേദനകളുണ്ട് എന്നത് വാസ്തവമാണ്. പല വേദനകളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വളരെയധികം ബാധിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതും വാസ്തവം തന്നെയാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന കാത്തിരിപ്പിന് ഒരു പരിഹാരമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരാം എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. വലിയൊരു മാറ്റം സംഭവിക്കാം. പല വഴികളും പൂർണ്ണമായും നിങ്ങളുടെ ജീവിതത്തിൽ അടഞ്ഞിരിക്കുന്നു എന്ന ചിന്തയുണ്ട് എങ്കിൽ അത് തെറ്റാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ചിലർക്കത് ഭാഗ്യദോഷമായി ഭവിക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മോശം സമയത്ത്
ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നു എന്ന് മാത്രമേ ചിന്തിക്കാൻ പാടൂ. അത്രയും പ്രാധാന്യമേ അത്തരം നെഗറ്റീവായ കാര്യങ്ങൾക്ക് നിങ്ങൾ നൽകുവാൻ പാടൂ. തടസ്സങ്ങളും കഷ്ടപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ പോലും അതൊരിക്കലും ഭഗവാൻ നിങ്ങളിലേക്ക് നൽകിയിരിക്കുന്ന ഒരു ശിക്ഷയുടെ ഭാഗമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. കൃത്യതയോടെ തന്നെ നിങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിക്കുവാൻ ഭഗവാൻ താല്പര്യപ്പെടുന്നു എന്നത് വാസ്തവം തന്നെയാണ്. എന്നാൽ അതിന് ഒരു ഇടവേള ആവശ്യമാണ് എന്നത് വാസ്തവമാണ്. ആ ഇടവേളയിലൂടെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. തീർച്ചയായും നിങ്ങൾക്ക് ഏതൊരു കാര്യം വളർന്നു വരാനും അല്പം സമയം പിടിക്കും എന്നത് വാസ്തവമാണ്. ഒരു മഹാവൃക്ഷത്തിനും സമയമെടുക്കും. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും വളർന്നു വരുവാൻ അല്പം സമയമെടുക്കും എന്നതാണ് വാസ്തവം. അതിനാൽ ഈ സമയം നിങ്ങൾ ഒരിക്കലും പൊട്ടിത്തെറിക്കുവാൻ പാടുള്ളതല്ല. അതായത് ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം അർപ്പിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്കുള്ള പാത അത് ധനപരമാണ് എങ്കിലും വിജയങ്ങളായും ബന്ധപ്പെട്ടാണ് എങ്കിലും തീർച്ചയായും അത് നിങ്ങളിലേക്ക് കടന്നു വരും എന്നുള്ളതാണ്. അദൃശ്യമായ പല കാര്യങ്ങളും നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നുണ്ട്. നിശബ്ദമായ ചില കാര്യങ്ങൾ നിങ്ങൾ വിശ്വസിക്കുന്ന ആ ശക്തി നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നതായ സാഹചര്യമുണ്ട് എന്ന് നിങ്ങൾ തീർച്ചയായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ധനപരമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റിരിക്കുന്നതായ വിഷമകരമായ സാഹചര്യങ്ങൾ അത് പരിഹരിക്കപ്പെടുവാൻ നിങ്ങൾ ശ്രമിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം തീർച്ചയായും പല വാതിലുകളും നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടതായ കാര്യം അദൃശ്യമായ ഒരുപാട് കാര്യങ്ങൾ ഈ സമയം നിങ്ങൾക്ക് ചുറ്റും സംഭവിക്കുന്നു എന്നുള്ളതാണ്. ഈ സമയം ചില കാര്യങ്ങളിൽ നിങ്ങൾ ഉദിച്ചുയരാൻ പോകുന്നു എന്ന് അർത്ഥമാക്കാം. ചില പുതിയ വഴികൾ നിങ്ങൾക്ക് മുൻപിൽ തെളിയുന്നതായ സാഹചര്യങ്ങൾ രൂപപ്പെടാം എന്നതും വാസ്തവമായ കാര്യം തന്നെയാണ്. അത്തരം ചില കാര്യങ്ങൾ സംഭവിക്കാം. വളരെ ശ്രദ്ധയോടെ തന്നെ ഈ സമയം കാര്യങ്ങളെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണോ സംഭവിക്കുന്നത് അത് കൃത്യതയോടെ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. പല കാര്യങ്ങളെയും നിങ്ങൾക്ക് കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഏറെ കാലമായി നിലനിന്നിരുന്ന പല വിഷമതകളെയും മറികടക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കേണ്ടതായ പണം അത് നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്യാം. നിങ്ങളുടെ മനസ്സിലുള്ള പല ആശയങ്ങളും അത് കൃത്യതയോടെ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും എന്നുള്ളതാണ്. പല കാര്യങ്ങളിലും ഒരു പുതിയ വഴി നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നതായ സാഹചര്യങ്ങൾ ഉണ്ടാകും എന്നതും വാസ്തവമാണ്. ഈ സമയം നിങ്ങൾ ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങൾ സമാധാനത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ചിലർ നിങ്ങളെ അപമാനിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അതിൽ അവർ പരാജയപ്പെട്ടു പോകും. പല കാര്യങ്ങളിലും സ്വതന്ത്രമായ തീരുമാനങ്ങൾ, ഉറച്ച ഒരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും. അത് പലരും തടയുവാൻ ശ്രമിച്ചു എന്ന് വരാം. എന്നാൽ അവർ പരാജയപ്പെട്ടു പോകുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. സമാധാനപൂർവമായി പല കാര്യങ്ങളും ഈ സമയം നിങ്ങളിലേക്ക് വന്നു ചേരാം. ധൈര്യം ഈ സമയം അനിവാര്യമാണ്. പുതിയ വാതിലുകൾ തന്നെയാണ് നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾ നിങ്ങൾക്ക് മുൻപിൽ തുറക്കപ്പെടുകയാണ്. ചില അടയാളങ്ങൾ നിങ്ങൾക്ക് ചുറ്റും മനസ്സിലാക്കുവാൻ സാധിച്ചു എന്ന് വരാം. ഉപേക്ഷിച്ചു പോയിട്ടുള്ളതായ ചില കാര്യങ്ങൾ, അത്തരം ചില കാര്യങ്ങൾ മറ്റുള്ളവർ പ്രേരിപ്പിക്കുന്നു എങ്കിൽ അത്തരം കാര്യങ്ങളിൽ
അല്പം കൂടി ചിന്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഭാഗ്യം ഉണരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല വിധത്തിലും സഹായം നിങ്ങളിലേക്ക് കടന്നു വരാം. ഈ സമയം അദൃശ്യമായ ഒരു സഹായം നിങ്ങളിലേക്ക് കടന്നു വരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ അത് തീർച്ചയായും നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം വന്നു ചേരും. അതായത് കൂടുതൽ ആത്മാർത്ഥതയോടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം ചില സഹായങ്ങൾ അപ്രതീക്ഷിതമായി കടന്നു വരാം. ഈ സമയം ഐശ്വര്യം നിങ്ങളിൽ വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. പല കാര്യങ്ങളിലും ഉണ്ടായിരിക്കുന്ന ആശയക്കുഴപ്പങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കും. പല കാര്യങ്ങളിലും കൃത്യമായ തീരുമാനങ്ങൾ കൈക്കൊള്ളുവാൻ സാധിക്കും. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് സത്യമാകുമോ എന്ന് നിങ്ങൾ സംശയിക്കാം. എന്നാൽ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സത്യമാകാൻ പോകുന്നു, സത്യമായി ഭവിക്കാൻ പോകുന്നു എന്നതാണ് വാസ്തവം. ഈ സമയം പല കാര്യങ്ങളിലും നിങ്ങൾ പ്രതീക്ഷിക്കാതെ ചില വിഷമതകൾ കടന്നു വന്നു എന്ന് വരാം. എന്നാൽ തീർച്ചയായും കരുത്തോടെ മുന്നോട്ട് പോകുന്ന നിങ്ങളെ തളർത്തുവാൻ അതിന് സാധിക്കില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം മനസ്സ് ശുദ്ധീകരിക്കേണ്ടത് അനിവാര്യമാണ്. കാരണം ആ നെഗറ്റീവായ ചിന്തകൾ അത് പൂർണ്ണമായും മനസ്സിൽ നിന്നും നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. മനസ്സിനെ തീർച്ചയായും നിങ്ങൾ പാകപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. സമ്പത്തും ആത്മീയപരമായ ജാഗ്രതയും ഈ സമയം നിങ്ങൾക്ക് വളരെ അനിവാര്യമായ സമയമാണ്. പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സജ്ജമാക്കപ്പെടേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ജാഗ്രതയോടെ തന്നെ ഈ സമയം നിങ്ങൾ പ്രവർത്തിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുവാനായി സാധിക്കുന്നു. ഈ സമയം ചില കാര്യങ്ങൾ പൂർണ്ണമായും നിങ്ങൾ സജ്ജമായിരിക്കേണ്ടത് അനിവാര്യമാണ്. കൃത്യമായി തന്നെ ചില കാര്യങ്ങൾ അത് നിങ്ങൾ കൃത്യതയോടെ നിങ്ങളിൽ തന്നെ നിലനിർത്തേണ്ടതായിട്ടുണ്ട്. ഏത് സമയത്തും പ്രവർത്തിക്കാൻ തയ്യാറായി നിങ്ങൾ നിലനിൽക്കേണ്ടത് അനിവാര്യമാണ്. ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മറഞ്ഞു നിൽക്കുന്നു എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് സാധിക്കും. എന്നാൽ ഈ സമയം നിങ്ങൾക്ക് ചിലവുകൾ ഭയപ്പെടേണ്ടതായ സാഹചര്യമുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് ചെറിയ അനുഗ്രഹങ്ങൾ തന്നെ ജീവിതത്തിലേക്ക് വന്നു ചേരാം. മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രകടമാകുന്ന സമയമാണ്. ഈ സമയം നിങ്ങൾ തീർച്ചയായും നിങ്ങൾ സ്വയം ബഹുമാനിക്കേണ്ടത് അനിവാര്യമാണ് എന്ന് കാണുന്നു. ചില കാര്യങ്ങൾ വിട്ടുവീഴ്ച നിങ്ങൾ പ്രവർത്തിച്ചു എന്ന് വരാം. എന്നാൽ അത് നിങ്ങളുടെ ജീവിതത്തിൽ അത് നാശത്തിന് കാരണമായി തീരാവുന്ന സാഹചര്യമായി മാറാം. ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾക്ക് ആരംഭിക്കുവാൻ തോന്നുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. എന്നാൽ ചില കാര്യങ്ങൾ നിസാരം എന്ന് കരുതി നിങ്ങൾ ഒഴിവാക്കപ്പെടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. എന്നാൽ അത് ഭാവിയിൽ നിങ്ങൾക്ക് വളരെ ദോഷകരമായി തീരാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്ന് കാണുന്നു. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലെ സാഹചര്യം നോക്കുമ്പോൾ എല്ലാം ശരിയാകുന്ന സാഹചര്യമാണ് ഉള്ളത്. അതായത് അത്തരം കാര്യങ്ങൾ സംഭവിക്കും എങ്കിലും അല്പം കൂടി നിങ്ങൾ കാത്തിരിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളിലും നിയന്ത്രണ വിധേയമായി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിയന്ത്രണം സാധ്യമാകുന്നില്ല എന്നത് വാസ്തവമാണ്. അത് നിങ്ങൾക്ക് ദോഷമായി ഭവിക്കും എന്ന് കാണുന്നു. ഈ സമയം സമാധാനം കെടുത്തുന്നതായ ധനപരമായ പ്രയാസങ്ങൾ, കുടുംബവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നിങ്ങൾക്ക് എന്താണോ ശരിയായ പ്രശ്ന പരിഹാരം അത് നടത്തുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഈ സമയം നിങ്ങളെ പലരും ബലഹീനരായി കാണുന്ന സാഹചര്യമുണ്ട്. നിങ്ങളെ കൊണ്ട് സാധിക്കില്ല എന്ന ചിന്ത അല്ലെങ്കിൽ അത്തരമൊരു ചിന്താഗതി അവർ വളർത്തിയെടുത്തിരിക്കുന്ന സാഹചര്യമുണ്ട്. ധീരമായിട്ടുള്ള ഈ തീരുമാനങ്ങൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ നൽകാം. അതിൽ ആദ്യത്തേത്
ഇനിയൊരു ഒളിച്ചോട്ടമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. എല്ലാ കാര്യങ്ങളെയും ധൈര്യത്തോടെ തന്നെ നിങ്ങൾ നേരിടണം. കൂടാതെ നിങ്ങൾ തീർച്ചയായും സത്യങ്ങളെ മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് തീർച്ചയായും നിങ്ങൾ പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട്. ധൈര്യം വേണം. ഭയം ഒഴിവാക്കി തന്നെ നിങ്ങൾ മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ്. ധനപരമായ കാര്യങ്ങളിൽ തീർച്ചയായും കൂടുതൽ ശ്രദ്ധ പുലർത്തണം. ഏവരെയും പൂർണ്ണമായും വിശ്വസിച്ച് അവർ പറയുന്നതായ കാര്യങ്ങൾക്ക് മാത്രം പ്രാധാന്യം നൽകാതെ സ്വയം പല കാര്യങ്ങളിലും കൂടുതലായി ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം ചില കാര്യങ്ങളിൽ നിയന്ത്രണം വരുത്തേണ്ടത് അനിവാര്യമാണ്. നിങ്ങളുടെ നിയന്ത്രണം അത് നിങ്ങളുടെ കൈവശം ഉണ്ടാകേണ്ടതാണ്. ചില കാര്യങ്ങളിൽ തീരുമാനം എടുക്കാൻ വൈകരുത് എന്ന കാര്യം ഓർക്കുക. കൃത്യമായ തീരുമാനങ്ങൾ, ധീരമായ ചുവടുവയ്പ്പുകൾ നിങ്ങൾ നടത്തേണ്ടതായ സമയമാണ്. ഈ സമയം തീർച്ചയായും എല്ലാ കാര്യങ്ങൾക്കും ഒരു പരിധി അനിവാര്യമായ സമയമാണ്. തീർച്ചയായും ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ പ്രകടമാകും എന്നുള്ളതാണ്. ചില വ്യക്തികൾ നിങ്ങളെ ചൂഷണം ചെയ്യുവാനുള്ള സാധ്യത ഉള്ളതിനാൽ ആ കാര്യങ്ങളെ മുൻകൂട്ടി കണ്ട് മനസ്സിലാക്കി പ്രവർത്തിക്കേണ്ടതാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലുള്ള ആ വഞ്ചനയെ തടയുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരാം. ഈ സമയം സമാധാനം പൂർണ്ണമായി തന്നെ പല കാര്യങ്ങളെയും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ സാധിക്കും. നിങ്ങളെ നശിപ്പിക്കുന്ന പല കാര്യങ്ങളും കൃത്യതയോടെ മനസ്സിലാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഈ സമയം നിങ്ങളുടെ എതിർപ്പുകൾ പലതും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ക്ഷമയോടെ തന്നെ പ്രവർത്തിക്കാൻ ശ്രമിക്കണം. നിങ്ങളുടെ ആന്തരികമായ ആ ശക്തി, അതിനെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾ ശ്രമിക്കണം. തീർച്ചയായും ഈ സമയം പരമമായ ശാന്തിയിലേക്ക് തന്നെയാണ് നിങ്ങൾ പ്രവേശിക്കാനായി പോകുന്നത്. എന്താണോ നിങ്ങൾക്ക് ഭഗവാൻ നൽകുന്ന ആ വിജയം, ആ പരമമായ വിജയം, അത് നിങ്ങൾ എപ്പോഴും ഓർത്ത് പ്രവർത്തിക്കേണ്ടതാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല എന്ന് തീർച്ചയായും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ഓരോ ശ്വാസത്തിലും ഓരോ ചുവടുവയ്പിലും ഭഗവാന്റെ സാന്നിധ്യം, ഭഗവാന്റെ ആ സാന്നിധ്യം നിങ്ങൾക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. ഈ സമയം തീർച്ചയായും നിങ്ങൾ കൃത്യതയോടെ പ്രവർത്തിച്ച് തുടങ്ങേണ്ടതായ സമയമാണ്. വിശ്വാസം അർപ്പിച്ച് തന്നെ മുന്നോട്ട് പോകണം. നിങ്ങൾ എടുക്കുന്നതായ തീരുമാനങ്ങൾ, നിങ്ങളുടെ ചിന്തകൾ, ഇതിലെല്ലാം ഭഗവാന്റെ ഒരു സ്വാധീനം ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഈ സമയം വഴികാട്ടിയായി ഭഗവാൻ നിങ്ങൾക്കൊപ്പമുണ്ട്. ധൈര്യത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഈ സന്ദേശം നിങ്ങൾക്ക് ഹൃദയത്തിൽ സൂക്ഷിക്കേണ്ട സന്ദേശം തന്നെയാണ്. തീർച്ചയായും ചില കാര്യങ്ങൾ അകറ്റി നിർത്തേണ്ടതായിട്ടുണ്ട്. അതിലൊന്ന് നിങ്ങളുടെ ശീലങ്ങൾ തന്നെയാണ്. അത് നിങ്ങൾക്ക് ചില ശീലങ്ങൾ ദോഷകരമായി ഭവിക്കുന്നു എന്ന ബോധ്യമുണ്ട്. അത് തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ആ ശീലങ്ങൾ ഒഴിവാക്കി തന്നെ മുന്നോട്ട് പോകുവാൻ സാധിക്കും. തീർച്ചയായും ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ തുടക്കമായി തന്നെ മാറും. ധൈര്യത്തോടെ തന്നെ ഈ സമയം മുന്നോട്ട് നീങ്ങുക.